Good morning. കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മള് കണ്ടിട്ട് അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് എന്താ കഴിഞ്ഞ സാറ്റർഡേ അവധിയായിരുന്നു, സൺഡേ അവധിയായിരുന്നു, മൺഡേ അവധിയായിരുന്നു അല്ലേ? കുറച്ച് ദിവസങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒക്കെ വായിച്ചു നോക്കിയായിരുന്നോ? മഴയുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ തുടങ്ങായിരുന്നു. അശ്വതി, മഴയുണ്ടോ നിങ്ങൾക്ക്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. അവിടെയും ഇവിടെ നല്ല മഴയൊക്കെയാണ്. നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടാ? ഓക്കെ, നമുക്ക് ഇവിടെ നല്ല മഴയാണ് അല്ലേ? ഓക്കെ, ഇന്ന് എല്ലാവരും മഴയത്തൊക്കെ ഇരിക്കുകയാണ്. ചൂടുവെള്ളമൊക്കെ കുടിക്കാട്ടോ. ഇന്ന് മഴയൊക്കെ വരുമ്പോ പിള്ളേർക്കും എല്ലാവർക്കും ഒക്കെ വയ്യാതെയൊക്കെ ആവും. അതുകൊണ്ടൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ചൂടൻ സാധനങ്ങളൊക്കെ കഴിക്കുക. മഴയത്തൊക്കെ പ്രത്യേകിച്ചും എല്ലാവരും ഒന്ന് മഴയത്തേക്ക് ഇറക്കാതെയൊക്കെ ഇരിക്കുക. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? ഇനിയിപ്പോ ഒരാഴ്ചയുള്ളൂ. അതുകൊണ്ട് അവരെയൊക്കെ വെള്ളത്തിലേക്കും മഴയിലേക്കൊക്കെ വിടാതെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പൊ പനിയൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ. ഓക്കെ, അപ്പോ നമ്മള് എവിടെ എടുത്ത് ഓർക്കുന്നില്ലേ? കോഡൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലേ? ഹോസ്പിറ്റൽ എമർജൻസി കോഡ്സുകൾ ഇവിടെ വരിക കുറെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഇനി അധികം ഒന്നും ഇല്ല, നമുക്ക് ഇനി കുറച്ചുള്ളൂ. അത് ഒരു ചെറിയൊരു സെക്ഷനൊക്കെ ഉള്ളൂ. ഈ ചാപ്റ്റർ അങ്ങനെ കഴിയും. ഇതിന്റെ അധികം വായിച്ചെടുക്കണ്ട. ഓക്കെ, കോഡ് സിൽവർ അല്ലെ? കോഡ് സിൽവർ അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? കോഡ് സിൽവർ. എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ? കോഡ് സിൽവർ പറഞ്ഞല്ലേ? അപ്പൊ കോഡ് സിൽവർ എന്തിനെ സൂചിപ്പിക്കുന്നതായിരുന്നു? പേഴ്സൺ വിത്ത് എ വെപ്പൺ. ഒരു വെപ്പൺ ആയിട്ട്, ഒരു ആയുധമായിട്ട് ഒരാള് ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആയുധം കൈവശമുള്ള ഒരു വ്യക്തി, അതാണ്. അങ്ങനെ ഒരു സംഭവം ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ, അതാണ് കോഡ് സിൽവർ സൂചിപ്പിക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇനിഷ്യേറ്റഡ് when an individual is threatening to us, attempting to us or actively using a weapon to cause harm. എപ്പോഴാണ് ഈ ഒരു കോഡ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എപ്പോഴാണ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആരംഭിക്കുക അല്ലെ? ഒരു വ്യക്തി എന്താണ് threatening to us, ഒരു വ്യക്തി എന്താണ് ഭീഷണിപ്പെടുത്തുകയോ അല്ലെ? ഒരു വ്യക്തി ആയുധമായിട്ട് ആരെങ്കിലും നമുക്ക് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുകയോ ഓർ ആക്റ്റീവ്ലി യൂസിങ് എ വെപ്പൺ ടു കോസ് ഹാം, നമുക്ക് ദോഷകരമായ രീതിയിൽ ഒരു വെപ്പൺ ആയുധം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ തുടങ്ങുന്നതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനില് നമ്മൾ എന്താണ് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല അല്ലെ? എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു നിമിഷത്തെ എന്തുകൊണ്ട് വേണമെങ്കിലും ഒരാളുടെ ജീവൻ വരെ അപകടത്തിലാവാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? Regardless of the type of weapon and the situation cannot be controlled without enhanced police response. അല്ലെ? ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ഏത് തരത്തിലുള്ള ആയുധമാണോ അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നോ ഒന്ന് നമ്മൾ അധികം അതേക്കുറിച്ച് ബോധർ ചെയ്യണ്ട അല്ലെ? അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നെ എന്തായാലും അതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് മാത്രം ഇപ്പൊ നമ്മൾ ഈ കോഡ് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് മാത്രം അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുറച്ചും കൂടി അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് അല്ലെ? അപ്പൊ അങ്ങനെ അത് എന്തും കൂടി നമുക്ക് വേണ്ടി വരും, ഒരു പോലീസിന്റെ ഒരു റെസ്പോൺസ് അല്ലെ? ഒരു പോലീസിന്റെ ഒരു സഹായം കൂടി വേണ്ടി വരും. അവരുടെ ഒരു റെസ്പോൺസ് ഇല്ലാതെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ the situation cannot be controlled, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ? വിത്തൗട്ട് എൻഹാൻസ്ഡ് പോലീസ് റെസ്പോൺസ്, ഒരു പോലീസിന്റെ ഒരു സഹായം ഇല്ലാതെ അല്ലെങ്കിൽ അവർക്കുടെ ഒരു റെസ്പോൺസ് ഇല്ലാതെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി നോട്ട് എന്ന് പറഞ്ഞൊരു ഇവിടെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, HDGH എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ആട്ടോ. ഹോട്ടൽ ഡ്യൂ ഗ്രേസ് ഹോസ്പിറ്റൽ. അത് എവിടെയാണ്? കാനഡയിലുള്ളതാണ്, ഹോസ്പിറ്റൽ ആണ്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഹോട്ടൽ ഡ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഹൗസ് ഓഫ് ഗോഡ്. എന്താ ആ പേര് സൂചിപ്പിച്ചിട്ടാണ് അങ്ങനെ ഒരു പേര് ഇട്ടേക്കുന്നത് ആ ഹോസ്പിറ്റലില്. ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വീട് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പൊ HDGH ഹോസ്പിറ്റലുകള് ഈ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് അവർ കോഡ് സിൽവർ എന്നല്ല അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ? They use
യൂസ്, അതിന് പകരം എന്തെന്ന് അവർ ഉപയോഗിക്കുന്നത്? ലോക്ക്ഡൌൺ. അവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ലോക്ക്ഡൌൺ ടു സിഗ്നിഫൈ the same things. Like ഇതുപോലെയുള്ള ഒരു സെയിം ആയിട്ടുള്ള ഒരു സംഭവം അവിടെ വരികയാണെങ്കിൽ അവരവിടെ കോഡ് സിൽവറിന് പകരം ഏതാണ്? ലോക്ക്ഡൌൺ എന്നാണ് ഉപയോഗിക്കുന്നത്. The security and the other staff will not respond due to potential risk for സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളോ അവർക്ക് എന്താ പറയാ അങ്ങനെ ഒരു അപകട സാധ്യതയുണ്ട് അല്ലെ, ഭയങ്കര അപകട സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ ഇപ്പൊ സെക്യൂരിറ്റി ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇതിലേക്ക് ചിലപ്പോ കയറി കഴിഞ്ഞാൽ ചിലപ്പോ ആയുധമായിട്ട് ഇരിക്കുന്ന ആളാ, എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കുറെ പേർക്ക് ദോഷമാക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ കൂടുതൽ അപകട സാധ്യതയോ അല്ലെങ്കിൽ ദോഷമോ ഒക്കെ കാരണം സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളോ അതിനോട് അധികം പ്രതികരിക്കാറില്ല അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാറില്ല. പെട്ടെന്ന് പോലീസിനെ തന്നെ വിളിച്ച് പോലീസിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ആണ് ചോദിക്കുന്നത്. അവരാണെങ്കിലും അത് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. മറ്റുള്ള സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റാഫുകൾക്ക് തന്നെ മാനേജ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഫയർ വന്നു, അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടീനെ തട്ടിക്കൊണ്ട് പോയിന്നാണെങ്കിൽ നമുക്ക് എന്താ അവിടെയൊക്കെ ലോക്ക്ഡൌൺ ഒക്കെ ചെയ്ത് സെക്യൂരിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. പക്ഷെ ഇത് ഇത്രയും ഒരു ആയുധം ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ സൂക്ഷിച്ചേ കളിക്കാൻ പറ്റുള്ളൂ അല്ലെ. അയാൾക്ക് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു നിമിഷം കഴിഞ്ഞാൽ കുറെ പേരുടെ ജീവൻ അപകടത്തിലാവും. അപ്പൊ അത്രയും അപകട സാധ്യത അല്ലെങ്കിൽ ദോഷമുള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റാഫുകളോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അതിനോട് അധികം പ്രതികരിക്കാറില്ല അല്ലെ. ഉടനെ തന്നെ പോലീസിനെ വിളിക്കുകയാണ് ഈ ഒരു കേസിൽ പതിവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. റിമെമ്പർ, എന്തൊക്കെ കാര്യം ചെയ്യണ്ടേ? റൺ, ഓടുക, ഹൈഡ്, ഒളിക്കുക, എന്ത് ചെയ്യുക? ഫൈറ്റ് ചെയ്യുക. നമ്മൾ അവസാനം എന്താ പറയാ? ഫൈറ്റ് ചെയ്യുക. ആ ഒരു ഇതാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. റൺ, ഹൈഡ്, ഫൈറ്റ്. കണ്ടോ? റൺ ഓടിപ്പോണുണ്ടോ? പടമൊക്കെ കണ്ടോ? ഒളിച്ചിരിക്കണുണ്ടോ? നിങ്ങൾ ഒളിച്ചിരിക്കാറില്ലേ? ഇപ്പോഴല്ലാട്ടോ, ചെറുപ്പത്തിലൊക്കെ നമ്മള് ഒളിച്ചും പാത്തൊക്കെ കളിക്കില്ലേ? അവിടെ ഒളിച്ചിരിക്കണുണ്ടോ? ഹൈഡ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. ആണോ? എന്നിട്ട് പിന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു 3 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 പോയിന്റ് ഉണ്ട്, താഴെയുണ്ട്. ഓക്കെ, അവോയ്ഡ് എൻഗേജിങ് വിത്ത് ദ അസൈലൻസ്. അസൈലന്റ് എന്ന് വെച്ചാൽ ആക്രമിക്കുന്ന ആളില്ലേ? അസൈലന്റ്, അക്രമി. എന്ത് ചെയ്യണം? അവോയ്ഡ് എൻഗേജിങ് വിത്ത് ദ അസൈലന്റ് ഐദർ വെർബലി ഓർ ഫിസിക്കലി. അപ്പൊ എന്താ? നമ്മൾ ആക്രമിക്കാൻ തോക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് നിൽക്കുക അല്ലെ. അപ്പൊ അവരോട് വാക്കാലോ വെർബലി വാക്കാലോ ഒരു ഫിസിക്കലായിട്ടോ അവരോട് ഇടപെടുന്നത് നമ്മൾ ഒഴിവാക്കണം. അവരോട് ഇങ്ങനെ സംസാരിച്ച് വേണമെങ്കിൽ അവർക്ക് ദേഷ്യം വന്നാൽ ഇനി എന്തെങ്കിലും ചെയ്യാം അല്ലെ. ഫിസിക്കലി നമ്മൾ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ചെന്നാൽ ചിലപ്പോൾ അവര് നല്ല ഫൈറ്ററൊക്കെ ആയിരിക്കും അല്ലെ. നമ്മൾ ഇടിച്ച് താഴെയിട്ട് നമ്മളെ വേണമെങ്കിൽ കൊല്ലാം. അപ്പൊ അതുകൊണ്ട് എന്താ അവരുമായിട്ട് അധികം ഇങ്ങനെയുള്ള രീതിയിൽ ഇടപെടരുത് എന്താ പറഞ്ഞത്? Avoid engaging with the assailants either verbally or physically. വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒക്കെ ആ അക്രമിയുമായിട്ട് എന്ത് ചെയ്യുക? ഇടപെടുന്നത് ഒഴിവാക്കുക. ക്ലിയർ ആയില്ലേ? നമുക്ക് ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അക്രമിയുമായിട്ട് വാക്കാലോ ഫിസിക്കലിയോ സംസാരിക്കുന്നത് അല്ലെ, അവരുമായിട്ട് ഇടപെടുന്നത് ഒഴിവാക്കാൻ പറ്റും. അടുത്ത് നോക്കിയേ. റിമെയിൻ കാം ആൻഡ് ഇവാക്യുവേറ്റ് if able. If unable to evacuate, fight. Okay, remain calm. നമ്മൾ കാം ആയിട്ടിരിക്കും. വലിയ ഒച്ചയും ബഹളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കരുത്. നമ്മള് എങ്ങനെയായിരിക്കണം? കാം ആയിരിക്കുക, വളരെ ശാന്തമായിരിക്കുക. ആൻഡ് ഇവാക്യുവേറ്റ് എന്ന് വെച്ചാൽ എന്താ? അവിടെ നിന്ന് എന്താ പറയാ? നമ്മൾ ഒഴിപ്പിക്കുക, അതായത് ഒഴിഞ്ഞു നിൽക്കുക. ആ ഒരു സംഭവത്തിൽ നിന്ന് സാധ്യമാണെങ്കിൽ ഈ ഫേവർ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒന്ന് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമാണെങ്കിൽ നമ്മൾ ഇല്ലാതെ എന്ത് ചെയ്യുക? ഒഴിവായി തന്നെ നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. മനസ്സിലായോ?
അങ്ങനെ ഒരു ഭീഷണിയുടെ മുന്നിൽ നമ്മളൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അവരെ കിടന്ന് ഫയർ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും ദേഷ്യം വരൂലേ നമ്മളോട്. അപ്പോഴാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. നമ്മൾ സൈലന്റ് ആയിട്ട് നമുക്ക് സാധ്യമാണെങ്കിൽ കേട്ടോ, ഇപ്പൊ നമ്മളെ പിടിച്ചു വെച്ചേക്കോ കെട്ടിയിട്ടേക്കോ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് സാധ്യമാണെങ്കിൽ നമ്മൾ ശാന്തമായിരിക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഒഴിവായി നിൽക്കുക. If unable to evacuate, നമുക്ക് അവിടെ നിന്ന് ഒഴിവാകാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെ, നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹൈഡ് ചെയ്യാം, ഒളിച്ചിരിക്കാം. ഓക്കെ, അതിന് നമുക്ക് നേരെ സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒളിച്ചിരിക്കാം, മിണ്ടാതെ നമുക്ക് അവരെ അറിയാതെ, അല്ലെങ്കിൽ നമുക്ക് അത് ഒഴിഞ്ഞ് എന്താ പറയുക ഒളിച്ചിരിക്കാൻ പറ്റും. ഇനി സൈലന്റ് ഫോൺ, പിന്നെ നോക്കി അങ്ങനെ ഒളിച്ചിരിക്കുമ്പോ ഫോണ് എങ്ങനെയായിരിക്കണം, സൈലന്റ് ആണല്ലേ. ഫോണ് സൈലന്റ് ആക്കണം. സോഴ്സ് ഓഫ് നോയിസ്, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ എന്തെങ്കിലും ഒരു സോഴ്സ് അത് സൈലന്റ് ആക്കി വെക്കണം. നമ്മൾ ഒളിച്ചിരിക്കുമ്പോ നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഫോൺ ബെല്ലടിക്കാനായിട്ട് അവർക്ക് മനസ്സിലാവില്ലേ നമ്മൾ ഈ സ്ഥലത്ത് ഒളിച്ചിരിക്കേണ്ടെന്ന്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫോണ് സൈലന്റ് ആക്കണം. സൈലൻസ് ഫോൺ ഓർ സോഴ്സ് ഓഫ് നോയിസ്, അല്ലെങ്കിൽ ആ സോഴ്സ് നോയിസിന്റെ ശബ്ദത്തിന്റെ ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഫോണ് സൈലൻസ് ആക്കുക. ഇനി നെക്സ്റ്റ് നോക്കിയേ, if your life is in imminent danger, ഇത് നമ്മുടെ ഒരു എന്താ പറയാ ലൈഫ്, നമ്മുടെ ഒരു ജീവൻ ഒരു അപകടത്തിലാണെങ്കിൽ, ഇമ്മൻറ്റ് എന്ന് വെച്ചാൽ അടുത്തെത്തുക എന്നുള്ള മീനിങ്. അതായത് നമുക്ക് ഭയങ്കര ആ ഒരു കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവൻ അപകടത്തിലാകുന്ന അതിന്റെ അടുത്തെത്തുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഫൈറ്റ് ബാക്ക് ആസ് a last resort if a cold silver is announced and you are not in your designated area. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ജീവൻ അപകടത്തിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ വരികയാണെങ്കിൽ ഉടൻ തന്നെ കോഡ് സിൽവർ അനൗൺസ് ചെയ്യുക. നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ കോഡ് സിൽവർ അനൗൺസ് ചെയ്യുകയും നമ്മൾ ആ പ്രദേശത്ത് അവിടെ ഇല്ലാതായിരിക്കുകയും ചെയ്താൽ അവസാന ആശ്രയം എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കണം. കണ്ടോ, ഫൈറ്റ് ബാക്ക്. അവസാനം നമുക്ക് ഒന്നിനും ഒരു രക്ഷയില്ല, അല്ലെ? നമ്മുടെ ജീവൻ അപകടത്തിലാവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. നമുക്കിപ്പൊ എന്താ പറയാ, ആ ഒരു കോഡ് സിൽവർ അനൗൺസ് ചെയ്യാനോ, if a code silver is announced, അല്ലോ ആ കോഡ് സിൽവർ അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ ആ അനൗൺസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോ, അല്ലെങ്കിൽ നമ്മൾ ആ കോഡ് സിൽവർ അനൗൺസ് ചെയ്യുന്നതിന്റെയോ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ആ ഒരു പ്രദേശത്തോ ഇല്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവസാനം ആശ്രയം എന്ന നിലയിൽ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. ലാസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക്, അല്ലെ, അവസാനം നമ്മൾ പറയൂലേ എന്തായാലും നമുക്കൊരു മരണം ഉറപ്പെന്നുള്ള ഇതിനകത്ത്, അല്ലെ? അപ്പൊ അങ്ങനെ അവസാനം നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. എങ്ങാനും നമുക്ക് ഫൈറ്റ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിലോ ആ ഒരു ഇത്, ആ രണ്ട് സിറ്റുവേഷൻ സാധ്യമല്ലെങ്കിലാണ് പറഞ്ഞേക്കണേ. നമ്മുടെ ഒരു അവസാനം നമ്മൾ നോക്കുമ്പോ നമ്മുടെ ഒരു ജീവൻ അപകടത്തിൽ അടുത്തെത്തി, അല്ലെ, ആപത്തിലാവുന്ന അടുത്തെത്തിക്കുകയും നമുക്ക് അവിടെ കോഡ് സിൽവർ അനൗൺസ് ചെയ്യാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ നമ്മൾ ആ നിയുക്ത പ്രദേശത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവസാന ആശ്രയം എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ അടുത്ത പോയിന്റ്, റിമെയിൻ കാം ആൻഡ് ഇവാക്യുവേറ്റ് സേഫ്റ്റി. ആദ്യം പറഞ്ഞതല്ലേ, നമ്മൾ ശാന്തമായിരിക്കുക, നമുക്ക് ഒളിപ്പിക്കുക, സുരക്ഷിതമായി തന്നെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. റിമെയിൻ കാം ആൻഡ് ഇവാക്യുവേറ്റ് സേഫ്ലി, സേഫ് ആയിട്ട് തന്നെ ഒഴിഞ്ഞു മാറുക. ശാന്തമായി സേഫ് ആയിട്ട് ഒഴിഞ്ഞു മാറുക. നമ്മുടെ അവിടെ ബ്രാക്കറ്റ് കൊടുത്തേണ്ട, ഡു നോട്ട് റിട്ടേൺ ടു യുവർ ഏരിയ. നിങ്ങളുടെ ആ ഏരിയയിലേക്ക് തിരിച്ച് മടങ്ങി വന്നിട്ട് ഒഴിവായി ശാന്തമായി തന്നെ നിൽക്കുക. സുരക്ഷിതമായി മാറി വിടാതെ, അല്ലെ, ശാന്തമായി തന്നെ നിൽക്കുക. ഹൈഡ് ഇഫ് യു ആർ അൺഎബിൾ ടു ലീവ്. കേട്ടോ, പോകാൻ കഴിയില്ലെങ്കിൽ, നമുക്ക് അങ്ങനെ ഇത് സേഫ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മള് ഹൈഡ് ചെയ്യുക. ഹൈഡ് ഇഫ് യു ആർ അൺഎബിൾ ടു ലീവ്. നമുക്ക് അവിടുന്ന് മാറാൻ ലീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഒഴിവാകാൻ പറ്റിയില്ലെങ്കിൽ ഒളിച്ചെങ്കിലും ഇരിക്കുക. Do not use the phone unless it is directly related to the code silver. Medical emergency code will not be called overhead during a code silver. Okay, എന്താ പറഞ്ഞേക്കുന്നത്, do not use the
use the phone. Do not use the phone unless it is directly related to the code silver. Full stop ഇട്ടിട്ടാണ്. അതായത് സിൽവർ കോഡുമായിട്ട് നേരിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിൽ നമുക്ക് ഫോൺ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. നേരിട്ട് സിൽവർ കോഡുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഫോണ് ഉപയോഗിക്കാൻ പാടില്ല. Do not use the phone unless it is directly related to the code silver. And ആ കോഡ് സിൽവറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. Medical emergency code will not be called overhead during the code silver. ആ സമയത്ത് മറ്റ് എമർജൻസി കോളുകള് കണ്ടോ, മെഡിക്കൽ എമർജൻസി കോഡ് will not be called. മറ്റ് എമർജൻസി കോഡുകള് എന്ത് ചെയ്യാൻ പാടില്ല, അത് വിളിക്കാനായിട്ട് പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മള് മറ്റുള്ള എമർജൻസി കോഡുകള് ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്ത് നോക്കിയേ, കോഡ് പർപ്പിൾ. അത് പർപ്പിൾ എന്നാക്കിയോട്ടോ. കോഡ് പർപ്പിൾ, കോഡ് പർപ്പിൾ, ഹോസ്റ്റേജ് ടേക്കിംഗ്. ഓക്കെ, കോഡ് പർപ്പിൾ, ഹോസ്റ്റേജ് ടേക്കിംഗ്. നമ്മൾ ആദ്യത്തേലും തിരുത്തി വെച്ചിട്ടുണ്ട്, ഓർക്കണ്ടോ? നമ്മൾ ആ ബോക്സ്, കളർ ബോക്സിനകത്ത് നമ്മൾ അത് തിരുത്തിയതാണ്. അതിന് താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തേക്കണം. കോഡ് പർപ്പിൾ, ഹോസ്റ്റേജ് ടേക്കിംഗ്. നോക്കിയേ, കോഡ് പർപ്പിൾ ഈസ് കോൾഡ് ദ ഇവന്റ് that a person is forcibly confined or held against his or her will with the threat of a weapon or violence. എന്താണ് പറഞ്ഞേക്കുന്നത്? കോഡ് പർപ്പിൾ ഈസ് കോൾഡ് ദ കോഡ് പർപ്പിൾ ഈസ് കോൾഡ് in the event that a person is forcibly confined or held against his or her will with the threat of a weapon or violence. ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ ഒരു അക്രമത്തിന്റെയോ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി ഒരു തടവിലാക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തില് നമ്മള് കോഡ് പർപ്പിള് ഉപയോഗിക്കുന്നു. അവിടെ ഒന്ന് ഡാഷ് ഇട്ട് കൊടുത്തത് കേട്ടോ അതിനകത്ത്. ഏത്? അപ്പൊ ആ സമയത്താണ് നമ്മള് എന്തെന്ന് പറയുന്നത്, കോഡ് പർപ്പിള് ഉപയോഗിക്കുന്നത്, കോൾ ചെയ്യുന്നത്. കോഡ് പർപ്പിൾ എപ്പോഴും കോൾ ചെയ്യുന്നത് ഇവൻ ദാറ്റ് എ പേഴ്സൺ ഈസ് ഫോഴ്സിബിളി കൺഫൈൻഡ് ഓർ ഹെൽഡ് അഗൈൻസ്റ്റ് ഹിസ് ഓർ ഹെർ വിൽ വിത്ത് ദ ത്രെറ്റ് ഓഫ് എ വെപ്പൺ ഓർ വയലൻസ്. ബന്ദിയാക്കുക, അതല്ലേ നമ്മൾ പറഞ്ഞത്. ഹോസ്റ്റേജ് ടേക്കിംഗ്, കുറച്ച് ആളുകളെയൊക്കെയാണ് ഈ ബന്ദിയാക്കി വെക്കുക അല്ലെ, വയലൻസ്, തടവിലാക്കി വെക്കുന്ന ആ ഒരു സംഭവത്തില് നമ്മള് കോഡ് പർപ്പിളാണ് വിളിക്കുന്നത്. ആ ഒരു ടൈമില് നമ്മൾ അനൗൺസ് ചെയ്യുന്ന കോഡാണ് കോഡ് പൈലറ്റ്. ഒന്ന് നോക്കിയോ കേട്ടോ, എഴുതി വെച്ചു, അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇങ്ങനെ വെപ്പൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വയലൻസ് ആയിക്കോട്ടെ, അതായത് ഒരു ആയുധത്തിന്റെയോ അല്ലെങ്കിൽ അക്രമത്തിന്റെയോ ഒരു ഭീഷണിയോടെ ഒരു വ്യക്തിനെ അവരുടെ ഇഷ്ടത്തിനല്ലാതെ അവരെ തടവിലാക്കുക, അതായത് ബന്ദിയാക്കി വെക്കുക. ആ ഒരു സാഹചര്യത്തില് അവന്റെ ഇഷ്ടത്തിലല്ല, അവന്റെ ഇഷ്ടമില്ലാതെ തന്നെ അവരെ ഒരു ആയുധത്തിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു അക്രമമായിട്ട് അവരെ പിടിച്ച് തടവിലാക്കി വെക്കുക, ഒരു ബന്ദിയാക്കി വെക്കുന്ന ആ സിറ്റുവേഷനില് നമ്മൾ അനൗൺസ് ചെയ്യുന്ന കോഡാണ് കോഡ് പർപ്പിൾ എന്ന് പറയുന്നത്. അവിടെ ഡാഷ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഏത് കോഡാണ് അവിടെ വിളിക്കുന്നതെന്നുള്ളത് കേട്ടോ. ഡാഷ് കോഡ് ഈസ് കോൾഡ്, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് കോഡ് ഈസ് കോൾഡ് in the event that a person, അവരുടെ ബാക്കിയ സെന്റൻസ്, ബന്ദിയാക്കുക, അവരെ തടഞ്ഞു വെക്കുന്ന ഒരു സംഭവത്തിന്. ഇനി നമ്മളിനി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിറ്റ്നസ് ആവുകയാണ് എങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം? ഓക്കെ, ഇഫ് യു വിറ്റ്നസ് ദിസ് സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരാളെ തടവിലാക്കി വെച്ചേക്കാണ്, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നേരിട്ട് വിറ്റ്നസ് ആവുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വിറ്റ്നസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം? ഓക്കെ, പ്ലീസ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ, ഫോളോയിങ് ഇൻഫർമേഷൻ. എന്തൊക്കെ ഇൻഫർമേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം? നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വിറ്റ്നസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താ, പ്ലീസ് പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. എന്തൊക്കെ ഇൻഫർമേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യണം? നോക്കിയേ, ലൊക്കേഷൻ, ഏത് സ്ഥലത്ത് ബന്ദിയാക്കി വെച്ചേക്കണേ അല്ലെങ്കിൽ തടവിലാക്കി വെച്ചേക്കണേ എന്ന് പറയണ്ടേ?
അല്ലെ? ആ ലൊക്കേഷൻ നമ്മള് ഏതൊക്കെ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യേണ്ടതെന്നാട്ടോ. നമ്മളിപ്പോ ഒരു വിറ്റ്നസ് ആവുകയാണ്, ആ ഒരു സംഭവത്തിൽ നമ്മൾ വിറ്റ്നസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് സ്റ്റാഫിനാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. ലൊക്കേഷൻ പറയണം, എവിടെയാന്ന് പറയണ്ടേ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഏത് ഫ്ലോറിൽ എവിടെയാന്നുള്ളത് കറക്റ്റ് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. പിന്നെ നോക്കിയേ, വിസിബിൾ സൈൻസ് ഓർ മെൻഷൻ ഓഫ് വെപ്പൺ. വിസിബിൾ സൈൻസ്, നമ്മൾ എന്തെങ്കിലും നമുക്ക് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങൾ പറയാലോ, ഇന്ന് ഇതിനോട് ചേർന്ന് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയുണ്ട് എന്തെങ്കിലും നമുക്ക് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കണ്ണിൽ പെടുന്ന എന്തെങ്കിലും സൈനുകള്, എന്തെങ്കിലും സിഗ്നൽ സൈനുകളൊക്കെ ഉണ്ടെങ്കിൽ, വിസിബിൾ ആയിട്ടുള്ള നമുക്ക് സൈനുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ മെൻഷൻ വെപ്പൺ, എന്ത് ആയുധമാണ്, ഇന്ന ആയുധം അവരുടെ കയ്യിലുണ്ട്, വാളുണ്ട്, തോക്കുണ്ട്, എന്ത് സാധനം കൊണ്ടാണ് അവരുടെ കയ്യിലുള്ളത് അതും പറയണം. എന്നാലും മഞ്ഞ ആളുകൾക്ക് രക്ഷിക്കാനായിട്ട് മഞ്ഞ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള മുൻകരുതൽ എടുക്കണ്ടേ, അല്ലെ? ആയുധം കയ്യിലുണ്ടോ, അല്ലാതെ വെറുതെ വാക്കാലം ഭീഷണിപ്പെടുത്തേക്കുവാണോ, അങ്ങനെ ഇല്ല അല്ലെ? ഇതിനെ തടവിലാക്കുവാണെങ്കിൽ അത് വ്യക്തിയാക്കുമെങ്കിൽ എന്തെങ്കിലും ആയുധം ഉണ്ടാവും, നമ്മള് അവരെ ആക്രമിക്കാൻ ചെന്നാൽ അവർക്ക് എതിർത്ത് നിൽക്കണ്ടേ, അല്ലെ? അപ്പൊ എന്ത് ആയുധമാണെന്ന് ക്ലിയർ ആയിട്ട് അവിടെ പറയണം. പിന്നെ എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോസ്റ്റേജസ്. ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബന്ദികളാക്കപ്പെട്ട ആളുകളില്ലേ, തടവിലാക്കി വെച്ചേക്കുന്ന ആളുകളുടെ അവരുടെ എണ്ണം എത്ര പേരെ, ഇപ്പൊ ഒരു 10 പേരെ അവിടെ തടവിലാക്കിയിരിക്കാണ്, ബന്ദിയാക്കിയിരിക്കാണ്. അവരുടെ എണ്ണം, നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, എന്താ, ഭൗതിക വിവരങ്ങളും നമ്പറും പറയണം. ആർക്കിടെയാണ്? ബന്ദികളാക്കപ്പെട്ട ആളുകൾ. മനസ്സിലാകുന്നേ? ഹോസ്റ്റേജിന്റെ ആണ് പറയുന്നത്. ബന്ദികളാക്കി അല്ലെങ്കിൽ തടവിലാക്കിപ്പെട്ട ആളുകളുടെ എണ്ണവും അവരുടെ ഭൗതിക വിവരങ്ങളും പറയണം. ക്ലിയർ ആവുന്നില്ലേ പോയിന്റ്സുകള്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഏകദേശം ആ ഒരു കണ്ടീഷൻ നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാ. അങ്ങനെ ആ ഒരു രീതിയിൽ ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തോ കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു, ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ക്ലിയർ ആണ് നമുക്ക്. അപ്പൊ എണ്ണം പറയണം. ബന്ദികളാക്കിയ ആളുകള് എത്ര പേരെ അവര് തടവിലാക്കി, ബന്ദികളാക്കി, അവരുടെ എണ്ണവും ഭൗതിക കണ്ടീഷനും പറയണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അടുത്ത് നോക്കിയേ, നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോസ്റ്റേജ് ടേക്കർ. ഇനി നോക്കിയേ, ഇനി എത്ര പേരുണ്ടെന്ന് പറയണ്ടേ. ഹോസ്റ്റേജ് ടേക്കർ എന്ന് പറഞ്ഞാ ഹോസ്റ്റേജിന് അത് ആരാണ്, എത്ര പേരാണ്, അല്ലെ? അതെ, അവരുടെ എണ്ണം പറയേണ്ടത് കേട്ടാ. ബന്ദികളാക്കിയവരുടെ എത്ര ഭീകരവാദികളുണ്ട്, അല്ലെങ്കിൽ എത്ര ഇങ്ങനെയുള്ള ക്രിമിനലുകളുണ്ട്, എത്ര അക്രമികളുണ്ട്, അവരുടെ എണ്ണം പറയണ്ടേ. അവരിപ്പം 5 പേരുണ്ട്, അവർ ആ ഗ്രൂപ്പിലെ ഗ്യാങ്ങില് 2 പേരുണ്ട്, അത്ര എണ്ണം നമ്പർ പറയണം. അവരുടെ ഭൗതികമായിട്ടുള്ള വിവരണങ്ങൾ പറയണം. ഹോസ്റ്റേജ് ടേക്കർ ബന്ദികളാക്കിയവരുടെ. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയേ, whether the hostage taker is contained with the specific room or whether they are in mobile. പിന്നെ നോക്കി, hostage taker ഒരു പ്രത്യേക റൂമിലാണോ, ഒരു പ്രത്യേക റൂമിലാണോ, അല്ലെങ്കിൽ ഓർ വെദർ ദേ ആർ ഇൻ മൊബൈൽ, അവര് മൊബൈലിലാണോ, അല്ലെങ്കിൽ അവരുടെ അപ്പുറത്തെ പ്രസന്റ് സിറ്റുവേഷൻ, അവർ ഏത് സാഹചര്യത്തിലാണ്. ആ ഹോസ്റ്റേജ് ടേക്കർ, അതായത് ബന്ദികളാക്കിയ ആളുകളില്ലേ, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളും കൂടി അവിടെ നമ്മൾ പറയണം. ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മൾ പറയാണ്, മറ്റൊരാൾക്ക് ഈ സ്റ്റാഫിന് നമ്മൾ കണ്ടു, കുറച്ച് പേരെ ബന്ദികളാക്കി വെച്ചേക്കുന്നത് കണ്ടു. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് സ്റ്റാഫിനൊക്കെ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലൊക്കേഷൻ പറയണം, അവരുമായിട്ട് ബന്ധപ്പെട്ട അടയാളങ്ങള്, അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഒക്കെ ഉണ്ടോ, അത് എന്ത് ആയുധമാണ്, തോക്കാണോ, വാളാണോ, എന്താന്നുള്ളത് അത് പറയണം. പിന്നെ എത്ര പേര് ബന്ദികളാക്കി വെച്ചിട്ടുണ്ട്, ആ ഒരു അവരുടെ എണ്ണം, അവരെ സംബന്ധിക്കുന്ന ഭൗതിക വിവരങ്ങൾ പറയണം. പിന്നെ നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോസ്റ്റേജ് ടേക്കർ, ബന്ദികളാക്കിയവരില്ലേ, അതായത് അക്രമികൾ, അവരുടെ എണ്ണവും അവരുടെ ആ ഡിസ്ക്രിപ്ഷനും പറയണം, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനും പറയണം.
പിന്നെ അടുത്ത് നോക്കിയ ലാസ്റ്റ് എന്താ, വെദർ ദ ഹോസ്റ്റേജ് ടേക്കർ ആർ കണ്ടെയ്ൻഡ് ഇൻ എ സ്പെസിഫിക് റൂം, ബന്ദികളാക്കപ്പെട്ട ഒരു പ്രത്യേക മുറിക്കുള്ളിലാണോ, അവരെന്തെങ്കിലും ഫോണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പറയണം. ക്ലിയർ അല്ലേ? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് തന്നെ അവിടെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. യെസ്. ഇനി ഹോസ്റ്റേജ് സിറ്റുവേഷൻ, ആ ഒരു ബന്ദിയാക്കൽ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മള് പാസ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് അവിടെ പറഞ്ഞത്, എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതാ. ഇനി ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കി. ഹോസ്റ്റേജ് സിറ്റുവേഷൻ സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പില് എന്ത് ചെയ്യണം നമ്മൾ, ഡയൽ 911. ആ നമ്പർ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 911. അത് എന്തിനു വിളിച്ചതാ നമ്മള്, എന്തിനു പറഞ്ഞത് അനീഷ? 911 ഡയൽ ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? എന്താണ് ഡയൽ 911 ആ നമ്പർ എന്തിനാ ജിജി? എന്ത് നമ്പർ അത്? ഡയൽ 911 ഡയൽ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞത് എമർജൻസി അല്ലേ? എന്താണ്? എസ് കാരുണ്യ. ബാക്കി വരുന്നുണ്ടാവും. എമർജൻസി ആണ്, നമ്പർ ആണ് അല്ലെ? എന്ത് ചെയ്യണം നമ്മൾ ഉടനെ തന്നെ 911 എന്ന നമ്പറിലേക്ക് അല്ലെ ഇമ്മീഡിയറ്റ്ലി ഡയൽ ചെയ്യണം. കുറെ സമയം കഴിഞ്ഞിട്ടല്ല, ഉടനടി 911 ഡയൽ ചെയ്യണം. ആൻഡ് ഗീവ് ദ ഓപ്പറേറ്റർ ഓൾ നെസസറി ഇൻഫർമേഷൻ. എന്ത് ചെയ്യണം? ഗീവ് ഓപ്പറേറ്റർക്ക് നൽകണം എന്ത്? എല്ലാ ആവശ്യപ്പെട്ട നെസസറി ആയിട്ടുള്ള വിവരങ്ങളും ആ ഓപ്പറേറ്റർക്ക്, ആ ടെലിഫോൺ ഓപ്പറേറ്ററിന് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയില്ലേ? ആൻഡ് ഗീവ് ദ ഓപ്പറേറ്റർ ഓൾ നെസസറി ഇൻഫർമേഷൻ. കിട്ടിയില്ലേ? 911 വിളിച്ചിട്ട് എന്ത് ചെയ്യണം? ഓപ്പറേറ്റർക്ക് അത്യാവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് പറയണം. ഇനി നോക്കിയേ, സ്റ്റെപ്പ് 2 എന്താ പറഞ്ഞേക്കണേ? ഡു നോട്ട് അറ്റംപ്റ്റ് എനി ആക്ഷൻ. നമ്മളായിട്ട് ഒരു പ്രവർത്തനത്തിന് ശ്രമിക്കരുതെന്ന്. ഡു നോട്ട് അറ്റംപ്റ്റ് എനി ആക്ഷൻ. നമ്മളായിട്ട് ചാടി എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ വല്ല അപകടങ്ങൾ വരാം അല്ലേ? അപകടങ്ങൾ വരാൻ പറ്റില്ലേ? ഞങ്ങൾക്കിടയിൽ വല്ല ആയുധമൊക്കെ ഉണ്ടെങ്കിലോ അല്ലെ, നമുക്ക് അപകടങ്ങൾ വരാം. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അതിനെ അറ്റംപ്റ്റ് ചെയ്യരുത്, അതിന് ഒരു പ്രവർത്തനത്തിന് ശ്രമിക്കരുത്. എൻഷുർ സേഫ്റ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഏരിയ അല്ലെ. എന്താ പറഞ്ഞേക്കുന്നത്? എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഏരിയ. അടുത്തുള്ള പ്രദേശം, ഇമ്മീഡിയറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള പ്രദേശത്തെ പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. അതാ നമ്മളായിട്ട് ഒരു അറ്റംപ്റ്റിന് മുതിരരുതെന്ന് പറഞ്ഞത് അല്ലെ. അവര് കുറച്ചും കൂടി അക്രമാസക്തരായിട്ട് തൊട്ടടുത്തുള്ള പേഷ്യൻസിനെ വിസിറ്റേഴ്സിനെ ഒക്കെ ആക്രമിക്കാൻ വന്നാലോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കുടെ സേഫ്റ്റിയും കൂടി ഉറപ്പുവരുത്തണം. അതായത് തൊട്ടടുത്തുള്ള ഏരിയ, ആ ഒരു സംഭവം ഇല്ലേ, അതിന് അടുത്ത് കിടക്കുന്ന ഏരിയയിലുള്ള പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തണം. ക്ലിയർ ആവുന്നുണ്ടോ പോയിന്റ്സുകള്? ensure safety of patients and visitors in the immediate area. ഇനി സ്റ്റെപ്പ് 3 എന്താ ചെയ്യണ്ടേ? ഡയൽ 3333. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അതെന്താണ് ഡയൽ 3333 എന്ന് പറഞ്ഞാൽ? ആൻഡ് അഡ്വൈസ് സ്വിച്ച് ബോർഡ്. സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത്. Okay, advise telephone operator that 911 was called for a code purple. അവിടെ എന്താന്ന് നോക്കിയേ. അപ്പൊ എന്താ പറയാ? ടെലിഫോൺ ഓപ്പറേറ്ററിനോട് നമ്മൾ എന്താ പറയണ്ടേ? 3333 എന്ന് പറഞ്ഞ നമ്മള് നമ്പറിൽ വിളിച്ചിട്ട് ടെലിഫോൺ ഓപ്പറേറ്ററിനോട് എന്താ പറയണ്ടേ? എന്ത് പറയണം? 911 വിളിച്ചിട്ട് കോഡ് പർപ്പിള് പറയാനായിട്ട് ടെലിഫോൺ ഓപ്പറേറ്ററിനോട് നമ്മൾ പറയണം. മനസ്സിലായോ? കണ്ടോ? അവിടെ ഒരു ഇത്തിരി ഇതായിട്ട് കൊടുത്തേക്കണേ. അതായത് 911 കോള് ചെയ്ത് കോഡ് പർപ്പിള് പറയാൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ നേരെ അല്ലെ. അപ്പൊ അതുകൊണ്ട് കോഡ് പർപ്പിള് പറയാനായിട്ട്
ടെലിഫോൺ ഓപ്പറേറ്ററിനോട് നമ്മൾ അഡ്വൈസ് ചെയ്യണം അല്ലെ, നമ്മളത് അവരോട് പറയണം. 933 ഡയൽ ചെയ്തിട്ട് ഈ ടെലിഫോൺ ഓപ്പറേറ്ററിനോട് 911 കോൾ ചെയ്തിട്ട് ആ കോഡ് പർപ്പിള് പറയണം. ക്ലിയർ ആയ പോയിന്റ്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത്രേ ഉള്ളൂ. 911 വിളിച്ചിട്ട് കോഡ് പർപ്പിള് പറയാൻ ആരോട് നമ്മൾ പറയണം? ടെലിഫോൺ ഓപ്പറേറ്ററിനോട് പറയണം. ഓക്കെ. ഇനി സ്റ്റെപ്പ് 4 എന്താ? വെയിറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പോലീസ് ടു അറൈവ്. നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പോലീസോ ഒക്കെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചാടിക്കയറി ചെയ്യരുത്. എന്ത് ചെയ്യണം? സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പോലീസൊക്കെ എത്തുന്നത് വരെ അല്ലെ, അറൈവ് എത്തിച്ചേരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി സ്റ്റെപ്പ് 5 എന്താ? ഡു നോട്ട് ഇനിഷ്യേറ്റ് conversation with the hostage taker. And the hostage taker, ബന്ദികളാക്കിയ ആളുകളില്ലേ, അതായത് അക്രമികൾ, ഹോസ്റ്റേജ് ടേക്കർ, അവരുമായിട്ട് ഒരു കോൺവെർസേഷൻ ഒന്നും ആരംഭിക്കാൻ പാടില്ല. അവരുമായിട്ട് വേറെ സംസാരത്തിന് അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളോ അവരുമായിട്ടൊന്നും ഒരു സംസാരവും ഒന്നും പാടില്ല. ബട്ട് എന്നാൽ ഡു ആൻസർ ഈസ് സ്പോക്കൺ ടു. ഇനി എന്താ? അവരെന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ മിണ്ടായിരിക്കാൻ പറ്റുമോ? അപ്പോഴും അവർക്ക് ദേഷ്യം കയറും അല്ലേ? ദേഷ്യം കയറൂലേ? അപ്പൊ അവരെന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിന് മാത്രം മറുപടി പറയുക, അല്ലാതെ അവരെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊന്നും നമ്മൾ ആ ആക്രമികളോട് നടത്താൻ പാടില്ല. ക്ലിയർ ആയോ? 5ാമത്തെ സ്റ്റെപ്പ് ആട്ടോ. Do not initiate conversation with the hostage taker, but do answer if spoken to. മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരങ്ങളൊന്നും ആരംഭിക്കാൻ പാടില്ല. ഇനി അഥവാ അവര് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കൊടുക്കണം. ഇനി 6ാമത്തെ സ്റ്റെപ്പ് എന്താ? റൈറ്റ് ഡൗൺ or remember any demands or action. റൈറ്റ് ഡൗൺ, നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ റിമെമ്പർ, ഓർക്കുക. എനി ഡിമാൻഡ്, എന്തെങ്കിലും ഡിമാൻഡോ എന്തെങ്കിലും ആക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ അത്രയും സ്റ്റെപ്സ് ആണ് അവിടെ പറയുന്നത്. ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആ ഹോസ്റ്റേജ് സിറ്റുവേഷനില് നമ്മള് എന്തൊക്കെ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇതില്ലേ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ ഒരു ബന്ദിയാക്കൽ ആ സംഭവത്തിന് നമ്മൾ അവിടെ എന്തെങ്കിലും നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യുന്നത്? 911 വിളിച്ചിട്ട് നമ്മൾ ആ ഓപ്പറേറ്ററിനോട് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ പറയണം. പിന്നെ നമ്മളായിട്ട് ഒരു കാര്യത്തിന് ടെസ്റ്റിന് മുതിരരുത്. നമ്മൾ തൊട്ടടുത്തുള്ള പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തണം. പിന്നെ നമ്മൾ ഈ 9333 ഡയൽ ചെയ്തിട്ട് ടെലിഫോൺ ഓപ്പറേറ്ററിനോട് 911 കോൾ ചെയ്തിട്ട് കോഡ് പർപ്പിൾ പറയണം. പിന്നെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പോലീസോ എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഹോസ്റ്റേജ് ടേക്കർ അല്ലെ, അക്രമികളുമായിട്ട് ഒരു സംസാരം ഒന്നും ആരംഭിക്കാൻ പാടില്ല. ഇനി അഥവാ അവര് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ആൻസർ കൊടുക്കണം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങള് ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തി, എന്തെങ്കിലും ഡിമാൻഡുകളോ അവരെന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിലോ അവരെന്തെങ്കിലും ആക്ഷൻ ചെയ്യുകയാണെങ്കിലോ അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ നമ്മളത് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് വൺ കോഡ് യെല്ലോ ആണ്. യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്, അത് നോട്ട് ചെയ്തോട്ടോ. കോഡ് യെല്ലോ ഇൻഡിക്കേറ്റ്സ് ഡാഷ്. എന്താണ്? മിസ്സിംഗ് പേഷ്യൻസ് ആണ്. അത് പേഷ്യൻസ് ആരുമാകാം, കുട്ടികളോ പ്രായമായവരോ ആരെങ്കിലും ആകാം. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കോഡ് യെല്ലോ എന്ന് പറഞ്ഞേക്കണേ. തൊട്ട് താഴെ നോക്കിയേ, കോഡ് ആംബർ കൊടുത്തിട്ടുണ്ട്. അവിടെ കുട്ടികളുടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഫന്റ് ഓർ ചൈൽഡ്, അവരുടെ മിസ്സിംഗ് അത് കോഡ് ആംബർ ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പേഷ്യൻസ് കുട്ടികളാണെങ്കിൽ, ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡ് ആണെങ്കിൽ കോഡ് ആംബറിന് പ്രത്യേകം പറയും. ഇനി പേഷ്യൻസ് ആണെങ്കിലും മിസ് ആവുകയാണെങ്കിൽ അവിടെയാണ് കോഡ് യെല്ലോ പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നോക്കിക്കോട്ടോ. പേഷ്യൻസ് മൊത്തം മിസ്സിംഗ് എന്നുള്ള ഇതാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഏജിലുമുള്ള, ഏത് കാറ്റഗറിയിലുമുള്ള, ഏത് ഏജിലുമുള്ള പേഷ്യൻസ് മിസ് ആവുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കോഡ് യെല്ലോ എന്ന് പറയാം. കുട്ടികളുടെ പ്രത്യേകം നമ്മൾ
കുട്ടികളുടെ പ്രത്യേകം നമ്മൾ തിരിച്ചു പറയുകയാണ് മിസ്സിംഗ് ആണ്, കുട്ടികളാണ് മിസ്സിംഗ് ആവുന്നത്, ഇൻഫന്റ് ശിശുക്കളാണ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ കോഡ് ആംബറിൽ തന്നെ വ്യക്തമായിട്ട് കുറച്ചുകൂടി അതൊന്ന് ക്ലിയർ ആക്കാം. കുട്ടിയാണ് മിസ്സായത് എന്ന് മറ്റുള്ളവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ആംബർ എന്ന് പറഞ്ഞ കളറാണ് അവിടെ ഉപയോഗിക്കുന്നത്, കോഡാണ് ഉപയോഗിക്കുന്നത്. Okay, when you discover that a patient is missing, കണ്ടോ ഒരു പേഷ്യന്റ് മിസ്സാണ്, പേഷ്യന്റ് മിസ്സിംഗ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ദ ഇൻഫർമേഷൻ ടു ബി പ്രൊവൈഡഡ്, എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇത് ഇമ്പോർട്ടന്റ് കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്തു, ഇതും ചോദിക്കാറുണ്ട്, ഒന്ന് രണ്ടെണ്ണമൊക്കെ ചോദിക്കാറുള്ളതാണ്. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, അപ്പൊ ഒന്ന് ഇമ്പോർട്ടന്റ് ഇട്ടു കേട്ടോ, ബാക്കിയൊക്കെ ഞാനൊന്ന് വായിക്കാനേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ, ഒരു പേഷ്യന്റ് അവിടെ മിസ്സാവുകയാണ് എന്ന് നമ്മൾ കണ്ടെത്തിയാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാം? ഓക്കെ, the staff in the immediate area will carry out a search of the department. ഒന്നാമത് എന്താ ചെയ്യണ്ടേ? ഒരു പേഷ്യന്റ് മിസ്സായെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? The staff in the immediate area. Immediate area എന്ന് പറഞ്ഞേതാ? Immediate area, ഇമ്മീഡിയറ്റ് ഏരിയ തൊട്ടടുത്തുള്ള, നിയർ, വെരി ഗുഡ്, തൊട്ടടുത്തുള്ള ഏരിയ. അപ്പൊ എന്താ ചെയ്യുന്നേ? ഒരു പേഷ്യന്റ് നമ്മൾ മിസ്സായി, അപ്പൊ അങ്ങനെയാണെങ്കിൽ the staff in the immediate area will carry out search of the department. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ സംഭവിച്ചെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഏരിയയിലുള്ള സ്റ്റാഫുകളെ എന്ത് ചെയ്യും? അന്വേഷിക്കൂലേ? മിസ്സായി പോയ ആൾ കണ്ടെത്തണ്ടേ അല്ലെ? ക്യാരി ഔട്ട് സെർച്ച് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റില് എന്ത് ചെയ്യുന്നു? അവര് സെർച്ച് ചെയ്യാൻ, അന്വേഷിക്കാൻ തുടങ്ങും അല്ലെ? ക്യാരി ഔട്ട് എ സെർച്ച് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ദ സ്റ്റാഫ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഏരിയ വിൽ ക്യാരി ഔട്ട് സെർച്ച് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് മിസ്സാവുകയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ സ്റ്റാഫ് എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് സെർച്ച് ചെയ്യും അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റില് എന്താ സെർച്ച്, അന്വേഷണം അവര് തുടങ്ങും. ഇനി ഇഫ് നോട്ട് ഫൗണ്ട്, അപ്പൊ അവിടെ അന്വേഷിച്ചിട്ട് കണ്ടില്ലെങ്കിലോ? കോഡല്ലോ അവിടെ ഇനി അന്വേഷിച്ചിട്ട് കണ്ടില്ലെങ്കിൽ അവര് കോഡെല്ലോ കോഡിരിക്കും, കോഡെല്ലോ പറയും, കോഡെല്ലോ എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊവൈഡ് ദ ഫോളോയിങ്, ആ കോഡെല്ലോ പറഞ്ഞിട്ട് ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അത് ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു പേഷ്യന്റ് മിസ്സാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ തൊട്ടടുത്തുള്ള സ്റ്റാഫുകള് ആ ഡിപ്പാർട്ട്മെന്റില് അവര് അന്വേഷിക്കും അല്ലെ? നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒന്ന് കാണാതെ പോയാൽ നമ്മൾ ആദ്യം തന്നെ അവിടെ അന്വേഷിക്കും, എന്നിട്ട് അടുത്ത നടപടിക്ക് പോവുള്ളൂ. അപ്പൊ അവിടെ ആ പേഷ്യന്റ് മിസ്സാവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റില് തൊട്ടടുത്തുള്ള ഇമ്മീഡിയറ്റ് ഏരിയ അല്ലെ? തൊട്ടടുത്തുള്ള ഏരിയയിലെ ആ സ്റ്റാഫുകള് ആ ഡിപ്പാർട്ട്മെന്റില് അന്വേഷണം ആരംഭിക്കും. ഇനി അവിടെ അവരെ കണ്ടില്ലെങ്കിലോ? ഇഫ് നോട്ട് ഫൗണ്ട്, ഇനി അവരെ അവിടെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുന്നു? കോഡെല്ലോ പറയും അല്ലെ? കോഡെല്ലോ പറയും. അതിന്റെ ഒപ്പം തന്നെ ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അല്ലെ? എന്താ, ഇത് ആളുകൾ പൊതുവെ കേൾക്കുന്നതല്ലല്ലോ, ഇത് സ്റ്റാഫുകളുടെ ഇടയിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന. ഇവിടുന്ന് കോഡെല്ലോ പറഞ്ഞാൽ അവർക്കുടെ ഓരോ സെക്ഷനിലേക്കാ പോകോളൂ അല്ലെ? ആ സ്റ്റാഫുകളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് ഈ ഇൻഫർമേഷൻസും കൂടി അവരോട് പ്രൊവൈഡ് ചെയ്യും. എന്താ? പേഷ്യന്റിന്റെ പേര്, ഇന്ന റൂമിലുള്ള ഇന്ന പേരെന്ന് പറഞ്ഞ പേഷ്യന്റ് അല്ലെ? ഇന്ന ആള് മിസ്സായിട്ടുണ്ട് എന്ന് ആ പേര് പറയും. ഇനിയിപ്പോ നമുക്ക് അവരെ കണ്ടെത്തണ്ടേ? അതിനായിട്ട് പേഷ്യന്റിന്റെ പേര് പറയും, ഡിപ്പാർട്ട്മെന്റ് ആണ് യൂണിറ്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ് പേഷ്യന്റ് മിസ്സായി എന്ന് പറയണ്ടേ അല്ലെ? ഡിപ്പാർട്ട്മെന്റ്, ഇന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള, ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നില്ല ഈ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് അല്ലെ? അപ്പൊ ഇവിടെയുള്ള പേഷ്യന്റ് ആണ് എന്നുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് അതിന്റെ യൂണിറ്റ് പറയും. പിന്നെ പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ പറയും. അതെന്താ? ഇൻക്ലൂഡിങ് ക്ലോത്ത്, ഇന്ന ഡ്രസ്സാ ധരിച്ചത്, ഇന്ന ഡ്രസ്സായിരുന്നു ആ പേഷ്യന്റ് ധരിച്ചത്
എന്നുള്ളത് ക്ലോത്തിങ് ഉൾപ്പെടെയുള്ള അല്ലെ അവരുടെ വസ്ത്രം ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ ഡിസ്ക്രിപ്ഷൻ പറയും. ഇങ്ങനെ മിസ്സായി പോണ ആൾക്കാരെ ഇങ്ങനെ പറയൂലേ അല്ലെ, ഇന്ന ഡ്രസ്സാ ധരിച്ചേക്കുന്നത്, എന്തിനാ അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ. മഞ്ഞ ഷർട്ടും ബ്ലാക്ക് പാന്റും ആയിരുന്നു ധരിച്ചത് അല്ലെ, അല്ലെങ്കിൽ യെല്ലോ കളർ പ്ലെയിൻ ചുരിദാറായിരുന്നു ധരിച്ചത്. അങ്ങനെയൊക്കെ പറയുമ്പോ ആ ഒരാള് കാണുമ്പോ എന്താ പറയാ, പെട്ടെന്ന് അവരിനിപ്പോ ഡ്രസ്സ് മാറുമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ആ ഒരു ഡ്രസ്സും കൂടി, ആ ഒരു വേഷവിധാനം കൂടി അവര് പറയുന്നത്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ, ലാസ്റ്റ് കണ്ട ടൈം, അതുപോലെ ലൊക്കേഷൻ, ഇന്ന സ്ഥലത്ത് ഇപ്പൊ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ലൊക്കേഷനില് നമ്മൾ ഇപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ അവിടെ നമ്മൾ ഇത്ര മണിക്ക് ലാസ്റ്റ് ആ കുട്ടീനെ കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷനിൽ കേന്ദ്രീകരിച്ച് അവന്റെ അടുത്തൊക്കെ ആദ്യം നോക്കണം അല്ലെ. അപ്പൊ അധികം സമയമായിട്ടില്ലെങ്കിലൊക്കെ ആ പരിസരത്ത് തന്നെയൊക്കെ ചിലപ്പോ ഉണ്ടാവാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാസ്റ്റ് കണ്ടിട്ടുള്ള ലൊക്കേഷനും ടൈമും, സമയത്ത് അങ്ങനെ പറയാറില്ല. ഇപ്പൊ മിസ്സിംഗ് കേസിലൊക്കെ പറയൂലേ, ഇന്ന സമയത്താണ് ആ കുട്ടീനെ ലാസ്റ്റ് കണ്ടത്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്താണ് ലാസ്റ്റ് ആയിട്ട് കണ്ടതെന്നൊക്കെ പറയും. ഇതൊക്കെ അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തൊക്കെയാ? പേഷ്യന്റിന്റെ പേര് പറയും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ യൂണിറ്റ് ആണ് പറയും, പേഷ്യന്റിന്റെ വസ്ത്രം ഏത് ഡ്രസ്സാ ധരിച്ചത് എന്നുൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ ഡിസ്ക്രിപ്ഷൻ പറയും, ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ അല്ലെ, ലാസ്റ്റ് കണ്ടിട്ടുള്ള ടൈമും ലൊക്കേഷനും പറയും. ക്ലിയർ അല്ലേ? വായിച്ചു നോക്കി. ഒരാളെ മിസ്സായില്ല, ഒരു പേഷ്യന്റ് മിസ്സായ ഈ കാര്യങ്ങൾ പറയും. അടുത്ത് തന്നെ നോക്കും, സ്റ്റാഫുകൾ അടുത്ത് തന്നെ നോക്കും, അവിടെ കണ്ടില്ലെങ്കിൽ ബോർഡ് എല്ലാം വിളിക്കും, എന്നിട്ട് ഈ ഇൻഫർമേഷനും കൂടി പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആവുന്നില്ല പിള്ളേരെ? ഇത് എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? അല്ലേ? നമ്മൾ എന്തായാലും കഴിഞ്ഞ ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പം അല്ലെ. ഓക്കെ, ഇനി നോക്കിയേ. Staff in other area will return to their designated area and assist with the search. ഇത് നോക്കിയേ. അപ്പൊ നമ്മൾ അവിടെയുള്ള ഏരിയയിലുള്ള സ്റ്റാഫുകൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി നോക്കി തൊട്ടടുത്തുള്ള staff in other area will return to their, അപ്പൊ മറ്റുള്ള ഏരിയയിലുമുള്ള സ്റ്റാഫുകള് ഏത് സ്ഥലത്താണെന്നുള്ള ആ ഡെസിഗ്നേറ്റഡ് ഏരിയയിലേക്ക് മടങ്ങി വന്നിട്ട് അവരെ എന്ത് ചെയ്യുന്നു? സെർച്ചിന് സഹായിക്കും, അവരെ അസിസ്റ്റ് ചെയ്യും. അസിസ്റ്റ് വിത്ത് ദ സെർച്ച് അല്ലെ. അപ്പൊ ആദ്യം ആ സെക്ഷനിലുള്ളവര് അവിടെ അടുത്തുള്ളവര് നമ്മൾ പെട്ടെന്ന് നോക്കും, എന്നിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ളവരും അന്വേഷിക്കാനായിട്ട് അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യും അല്ലെ. നമ്മളിപ്പോ ഒരു സാധനം കണ്ടില്ല, ആദ്യം നമ്മൾ നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ അമ്മോട് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയും വരും അല്ലെ, അനിയനുണ്ടെങ്കിൽ അനിയനും വരും, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിയും വരും. അങ്ങനെ നമ്മളൊന്ന് അസിസ്റ്റ് ചെയ്യൂല, എന്തെങ്കിലും കാണാതെ പോയാ അല്ലേ. നമ്മൾ അന്വേഷിക്കുമ്പോ നമ്മളൊന്ന് അസിസ്റ്റ് ചെയ്യൂല അവര്, ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ലേ? അതുപോലെ അപ്പൊ ആ സെക്ഷനിലുള്ളവർക്കാണല്ലോ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് എടുക്കുന്ന സ്റ്റാഫുകൾ അന്വേഷിക്കും. എന്നിട്ട് എന്താ പറയാ, അപ്പൊ അതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മള് അടുത്തുള്ള ഏരിയയിൽ നിന്നും അല്ലെ, മറ്റുള്ള ഏരിയയിലുള്ളവരും കൂടി സ്റ്റാഫും കൂടി ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വരും. If the person is located, okay, if the person is located, ask them to remain in the department. ഇനി ആ പേഴ്സണെ നമ്മൾ കണ്ടെത്തിയാല്, ഈ ആ പേഷ്യന്റിനെ നമ്മളിങ്ങനെ അന്വേഷിച്ചവർക്ക് കണ്ടെത്തുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആസ്ക് ദം, അവരോട് എന്താ പറയുന്നേ? ടു റിമെയിൻ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് ആവശ്യപ്പെടും. മനസ്സിലായോ? കണ്ടെത്തിയ കഴിഞ്ഞാൽ അവരോട് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് ആവശ്യപ്പെടും. Clear അല്ലേ? Ask them to remain in the department, ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടും. ഇനി നോക്കിയേ, കോഡ് ആംബർ, മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്. ഇനി ഒരു കുട്ടിയാണ് മിസ്സാവുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? കോഡ് ആംബർ. ആംബർ എന്ന് പറഞ്ഞ കളർ ഏതാ? ആംബർ, AMBER, എന്ത് കളറാ? പിങ്ക് ആണോ? ഒരു ബ്രൗണിനും യെല്ലോയ്ക്കും ഇടയ്ക്കുള്ള ഒരു കളർ, അല്ലെങ്കിൽ എന്താ പറയാ ഗോൾഡൻ യെല്ലോ എന്ന് പറയാം. മഞ്ഞ. കറക്റ്റും യെല്ലോ അല്ല, അതായത് യെല്ലോയിലും ഇച്ചിരി കൂടിയത്, ബ്രൗണിലും കുറച്ച് താഴെ, അതായത് അതിന്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഗോൾഡൻ കളർ ഒക്കെ ഇല്ലേ, അതൊക്കെ ആ ഒരു ഇതിലാന്ന് പറയാം കേട്ടോ. ബ്രൗണിഷ് യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മഞ്ഞ കുന്തിരിക്കം. ഓക്കെ, മഞ്ഞ കുന്തിരിക്കം. ശരി.
ഓക്കെ, ഏകദേശം മനസ്സിലായല്ലോ? ആ ഒരു കളറാണ് അവര് പറയുന്നത്. ഓക്കെ, മിസ്സിംഗ് infant or a child is always assumed to be victim of abduction. Okay, അപ്പൊ നമ്മളെ ഒരു കുട്ടീനെ മിസ്സാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അനുമാനിക്കുന്നത്? ഒരു കുട്ടി മിസ്സാണ്, ഒരു ചൈൽഡ് ഇതാണ് ഒരു മിസ്സായി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അസ്യൂം ചെയ്യാൻ പറ്റും? ടു ബി വിക്ടിം ഓഫ് അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ട്. അത് തന്നെ അല്ലെ, നമ്മൾ മിസ്സായി എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ട്. അല്ലാതെ അവര് തന്നെ സ്വന്തം ഇഷ്ടത്തിന് പോവാറായോ? വലിയ ആൾക്കാരാണെങ്കിൽ നമ്മള് സ്വന്തം ഇഷ്ടത്തിന് പോയില്ലെങ്കിൽ വിചാരിക്കും. പക്ഷെ കുട്ടികളാകുമ്പോൾ എന്താ, അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്നാണ് നമ്മൾ ആദ്യം അനുമാനിക്കുന്നത് അല്ലെ. നമ്മൾ അതായിരിക്കും നമ്മുടെ ഇടയിൽ അസ്യൂം ചെയ്യുന്നത്. ഒരു കുഞ്ഞു കുട്ടി, ഉണ്ടായ ഒരു കുട്ടിയാണ്, തന്നെ നടന്നു പോവാറായോ കുറിച്ച് അതിന് കണ്ടില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് ആദ്യം നമുക്ക് വന്നത്, നമ്മുടെ മനസ്സിലേക്ക് വന്നത് അല്ലെ. എനിക്ക് നടന്ന് ഓടിപ്പോകാറൊന്നും ആയിട്ടില്ല കുട്ടി, അപ്പൊ ആരെങ്കിലും അവരെ എടുത്തോണ്ട് പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി കോൾ ആൻഡ് റിപ്പോർട്ട് ദ പോലീസ്. അപ്പൊ ആ ഒരു സംഭവത്തിന് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ഈ കാര്യങ്ങൾ പറയണം. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയേണ്ടത് നോക്കി. ഒരു കുട്ടിയാണ് കേട്ടോ, അവിടെ കുഞ്ഞു കുട്ടിയാണ്, കുഞ്ഞുവാവയാണ് ഇവിടുന്ന് മിസ്സായി പോയത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതാകുമ്പോ നമ്മൾ ആരെങ്കിലും അത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും, അല്ലാതെ കുട്ടി തന്നെ ഓടിപ്പോകാനുള്ള പ്രായമായില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്ത് പറയണം ആദ്യം? യൂണിറ്റ് ഓർ ഏരിയ ഇവോൾവ്. യൂണിറ്റ് ആട്ടോ, യൂണിറ്റ് അല്ല, യൂണിറ്റ് ആണ്. ഏത് യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, എവിടത്തെയാണ്? ഇപ്പൊ ഏതാ, മെറ്റേണിറ്റി വാർഡിനാണോ, അല്ലെങ്കിൽ നമുക്ക് ICUയിൽ കിടക്കുന്ന കുട്ടിയാണോ, അല്ലെങ്കിൽ റൂമിനാണോ? അപ്പൊ ആ ഏരിയ അല്ലെ, ആ യൂണിറ്റ്, അത് ഉൾപ്പെടുന്ന ഏരിയ അല്ലെങ്കിൽ യൂണിറ്റ് പറയും. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. കുട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ, എന്തെങ്കിലും എന്താ പറയാ, ഒരു അവർക്കിടെ കണ്ടുപിടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടാവുമല്ലോ, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് പറയും. പിന്നെ അടുത്ത് നോക്കിയേ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലോത്തിങ് ഓർ ബ്ലാങ്കറ്റ്. ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ക്ലോത്തിങ്, അവരുടെ ഡ്രസ്സ്. കുഞ്ഞു കുട്ടിയാണെങ്കിൽ നമുക്കറിയാം വൈറ്റ് ഉടുപ്പൊക്കെ ആയിരിക്കും അല്ലെ, ആദ്യം തന്നെ. ഇച്ചിരി കൂടി വലിയ, ഇച്ചിരി കൂടി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരിട്ടേക്കുന്ന ഡ്രസ്സ്, അതും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഡ്രസ്സിൽ കുട്ടീനെ കാണുമ്പോൾ പെട്ടെന്ന് നോക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ക്ലോത്തിങ് പറയും. പിന്നെ ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ, ഇതുപോലെ തന്നെ ആ ടൈം പറയും, ലൊക്കേഷൻ ലാസ്റ്റ് കണ്ട ആ ലൊക്കേഷൻ ടൈമും പറയും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. കണ്ടോ, നമ്മൾ നോക്കി അവിടെ എന്താ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. കുട്ടിയോടൊപ്പം അവസാനമായി കണ്ട ആ വ്യക്തിയുടെ വിവരണം. ഇന്ന ആക്കടെ കൂടെ ആ കുട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു അല്ലെ. അപ്പൊ ചിലപ്പോ അവരായിരിക്കും ചിലപ്പോ തട്ടിക്കൊണ്ടുപോയത്. അതൊരു എന്താ പറയാ, കുട്ടീനെ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ. ലാസ്റ്റ് ആ കുട്ടി ആരുടെ കൂടെയാണ് കണ്ടത്, ആരുടെ കൂടെയാണെന്ന് വെച്ചാൽ അവരോട് ചിലപ്പോൾ ചോദിച്ചാൽ കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ അവരെ അന്വേഷിച്ചാൽ ചിലപ്പോ അവരാണോ തട്ടിക്കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലെ. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. എന്താ, കുട്ടിയോടൊപ്പം അവസാനമായി കണ്ട വ്യക്തിയുടെ വിവരണം പറഞ്ഞേക്കുന്നത്. കുട്ടിയോടൊപ്പം അവസാനമായി കണ്ട ആ വ്യക്തിയുടെ വിവരണം. ഇനി നോക്കിയേ, ഇഫ് നോട്ട് സെക്യൂരിറ്റി വിൽ നോട്ടിഫൈ പോലീസ് ആൻഡ് ഇനിഷ്യേറ്റ് ലോക്ക്ഡൌൺ പ്രൊസീജിയർ. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? ഇഫ് നോട്ട് അറിയാമെങ്കിൽ the security will notify the police. പോലീസിനെ വിവരം അറിയിക്കണം. ആൻഡ് ഇമ്മീഡിയറ്റ് ലോക്ക്ഡൌൺ പ്രൊസീജിയർ. സെക്യൂരിറ്റി ഉടനെ തന്നെ ആ പോലീസിനെ വിവരം അറിയിക്കുകയും ആ ലോക്ക്ഡൌൺ പ്രൊസീജിയർ ആരംഭിക്കുകയും ചെയ്യണം അല്ലെ. ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ലോക്ക്ഡൌൺ പറയാം, പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കാം. സ്റ്റാഫ് ഫ്രം അതർ ഏരിയ ഷുഡ് കണ്ടക്ട് എ സെർച്ച്. ഇതുപോലെ തന്നെ മറ്റേത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അതർ ഏരിയ, മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫുകളാണെങ്കിലും അവരൊക്കെ എല്ലായിടത്തും ഒക്കെ ഒന്ന് അന്വേഷണം ആരംഭിക്കും. ഇഫ് സംതിങ് ഈസ് ഫൗണ്ട്, ഇനി എന്തെങ്കിലും കണ്ടെത്തുവാണെങ്കിലോ റിപ്പോർട്ട് ദ സ്റ്റാറ്റസ് ആൻഡ് ലൊക്കേഷൻ. നമ്മൾ ആ കുട്ടീനെ എവിടെയെങ്കിലും യാതൊരു അന്വേഷിച്ചുകൊണ്ട് എടുക്കലോ, പല സ്ഥലത്തും സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ യാദൃച്ഛികമായി ആ കുട്ടീനെ കണ്ടെത്തുവാണെങ്കിൽ റിപ്പോർട്ട്. എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? സ്റ്റാറ്റസ് ആൻഡ് ലൊക്കേഷൻ. ആ കുട്ടി എവിടെ നിന്നേന്നുള്ള ലൊക്കേഷൻ, അതിന്റെ സ്റ്റാറ്റസ്, അപ്പത്തെ നില അല്ലെ, അവസ്ഥ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യും. ക്ലിയർ ആയോ?
വായിച്ചു നോക്കി. തൊണ്ട വേദന എടുക്കണ്ട. വായിച്ചു നോക്കി. എന്തൊക്കെ കാര്യമാണ് നമ്മൾ കുട്ടീനെയാണോ മിസ്സാവണത്, അതൊന്ന് ഓർമ്മിപ്പിക്കുക. അപ്പൊ അത് രണ്ടും പ്രത്യേകം നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ കോഡ് യെല്ലോ ആണെങ്കിൽ മിസ്സിംഗ് പേഷ്യന്റ് ആണ്. ഓപ്ഷൻ ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. ഇത് തന്നെ ചോദിക്കാറുണ്ട്, അതാ കുഴപ്പം. രണ്ട് ഓപ്ഷന് നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം. അപ്പൊ ഏതാണ് എന്നുള്ള കൺഫ്യൂഷൻ വരണ്ട. ഒരെണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഏതാണ്, ഇതിന്റെ ആണോ, ഇതിന്റെ പോയിന്റ്സ് ആണോ, വായിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഇന്നെടുത്തതിൽ രണ്ടൊക്കെ ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോഡ് ഫസ്റ്റിന്റെ ആ ഡിസ്ക്രിപ്ഷൻസ് അതും ചോദിച്ചിട്ടുണ്ട്, കോഡ് യെല്ലോയിന്റെ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഏകദേശം അറിയാലോ, അതൊക്കെയായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്, വലിയ പ്രശ്നമില്ല. ഇത് മാറിപ്പോരുത് നിങ്ങൾക്ക്. കോഡ് യെല്ലോ എന്ന് പറയുമ്പോൾ മിസ്സിംഗ് ചൈൽഡ്, മിസ്സിംഗ് പേഷ്യന്റ് ആണ്. യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ഒരെണ്ണം കറാക്കി വെച്ചാൽ മതി. പിന്നെ ഏത് രീതിയിൽ ചോദിച്ചാലും കൺഫ്യൂസ്ഡ് ആവില്ലല്ലോ. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്, കോഡ് ആംബർ ആണെങ്കിൽ മിസ്സിംഗ് ഇൻഫന്റ് ഓഫ് ചൈൽഡ്. അതാണ് രസം. അത് രണ്ടും ഓപ്ഷനിൽ രണ്ടും വരും. അപ്പോഴാണ് നിങ്ങൾക്ക് വേറെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഇതിപ്പോ ഇങ്ങനെ മിസ്സിംഗ് പേഷ്യന്റ് ആണോ, മിസ്സിംഗ് ഇൻഫന്റ് ആണോ, ചൈൽഡ് ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കുക. കോഡ് യെല്ലോ എല്ലാം പഠിച്ചു വെച്ചാൽ മിസ്സിംഗ് പേഷ്യന്റ്, പിന്നെ അത് തറവായല്ലോ. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. ക്ലിയർ അല്ലേ? ഇത്രയും വായിച്ചോക്കെ. ആദ്യം തന്നെ എന്താ പറഞ്ഞേ, നമ്മളൊരു കുട്ടി മിസ്സായി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് അസ്യൂം ചെയ്യുന്നത്, അവരുടെ ആ കുട്ടി തട്ടിക്കൊണ്ട് പോയി അല്ലെ, ആരെങ്കിലും ആ കുട്ടീനെ തട്ടിക്കൊണ്ട് പോയി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അല്ലെ, അതാണ് അനുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നമ്മൾ റിപ്പോർട്ട് ഫോളോ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറയണം. ഇത് ഏത് ഏരിയ ആണ്, യൂണിറ്റ് അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയ യൂണിറ്റ് പറയണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇൻഫന്റ് ഡിസ്ക്രിപ്ഷൻ പറയണം. അവരുടെ ക്ലോത്തിങ് പറയണം അല്ലെ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലോത്തിങ്. പിന്നെ ടൈം ലൊക്കേഷൻ, ലാസ്റ്റ് കണ്ട ടൈം ലൊക്കേഷൻ പറയണം. പിന്നെ അടുത്തത് ഒരു കാര്യം പറഞ്ഞേക്കുന്നത്, കുട്ടി അവസാനം ആരോടൊപ്പമാണ് കണ്ടത് അല്ലെ, ആ വ്യക്തിയുടെ വിവരണം അല്ലെ, ആ ഡിസ്ക്രിപ്ഷനും കൂടി പറയണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡ് ലാസ്റ്റ് കണ്ട ആ ഒരു വ്യക്തിയിലെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറയണം. പിന്നെ അത് സെക്യൂരിറ്റി, അപ്പൊ തന്നെ എന്ത് ചെയ്യണം, നമ്മള് എന്ത് ചെയ്യണം, പോലീസിനെ വിളിക്കണം, ലോക്ക്ഡൌൺ പ്രൊസീജിയർ ആരംഭിക്കണം. പിന്നെ മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫും കൂടി എന്ത് ചെയ്യുന്നു, ആ അന്വേഷിക്കാനായിട്ട് അവരും കൂടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് ആ കുട്ടീനെ കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് സ്റ്റാറ്റസ്, ആ കുട്ടി ആ ഒരു നില ആ ലൊക്കേഷന് റിപ്പോർട്ട് ചെയ്യും. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് HDGH അതിന്റെ ആ ഒരു എന്താ പറയാ, അതൊരു ഹോസ്പിറ്റലാണ്. ആ പേര് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ കോഡ് സിൽവറിന് പകരം ലോക്ക്ഡൌണിലാണ് ഉപയോഗിക്കുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഹോട്ടൽ ഡ്യൂ ഗ്രേസ് ഹോസ്പിറ്റൽ, അവിടെ ഇങ്ങനെയുള്ള ഒരു എമർജൻസി കോഡ് സിൽവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ഇവന്റ് തന്നെ അവിടെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ കോഡ് സിൽവറിന് പകരം അവര് ലോക്ക്ഡൌണിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താ, വേറെ ഒന്നുമില്ല. ഈ അജിത്ത് എന്ന് പറഞ്ഞ കുട്ടി എവിടെയുള്ളതാണ്, കുറച്ച് ദിവസമായി ചോദിക്കുന്നത്. ഫേസ് എക്സ്പാൻഷൻ പഠിക്കണമെന്നാണോ? അതൊന്ന് നോട്ട് ചെയ്തെടുത്തോ. ഹോട്ടൽ HOTEL, ഹോട്ടൽ HOTEL, ഡ്യൂ DIEU, ഡ്യൂ ഗ്രേസ് GRACE, ഗ്രേസ് ഹോസ്പിറ്റൽ, കാനഡയിലുള്ള കേട്ടോ, ഗ്രേസ് ഹോസ്പിറ്റൽ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അതങ്ങനെ തന്നത് കൊണ്ട്. അഞ്ജലി എവിടെന്നാ ജോയിൻ ചെയ്യണേ? ഇവിടെ നമ്മുടെ ഈ പരിസരത്തുള്ള കുട്ടിയാണോ അഞ്ജലി? ഈ ഫേസ് ഇങ്ങനെ അഞ്ജലിയുടെ മുഖമാണോ ഈ കാണുന്നത്? അഞ്ജലി എവിടെയാ അഞ്ജലി? കോട്ടയത്താണോ? ഓക്കെ, കോട്ടയത്താണ് അല്ലെ. ഇത് മോക്കടെ പടാണോ ഇതിനകത്തിട്ടേക്കുന്നത്? പ്രൊഫൈലിന്റെ പിക്ചർ വന്നേക്കുന്നത്? ഞാൻ ഫേസ് കണ്ടിട്ട് എനിക്ക് ഒരു പരിചയമുള്ളത് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിൽ കയറിയപ്പോ. 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ലേ മോള്? ഞാൻ
ടു കിസ് ആയി അല്ലേ? നമുക്ക് സ്ഥിരം കയറുന്നവരെയൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ക്രീനിൽ നോക്കണ്ടല്ലോ. നിങ്ങളോട് അധികം സംസാരിക്കാറില്ല എന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, കോൺടാക്ട് എന്നാണ് അയച്ചു വെച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. ഓക്കെ, ഇപ്പൊ കുറച്ചേ ഉള്ളൂ നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.